ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കിടിലൻ ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 5 ക്യാരറ്റ് നീളത്തിലുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ക്യാരറ്റിൻ്റെ 2 അഗ്രഭാഗങ്ങളും ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതുപോലെ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ അതിൻ്റെ മേൽഭാഗം ഒന്ന് വരണ്ടി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാം അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ല വൃത്തിയായി കഴുകി എടുക്കുക. ഇതുപോലൊന്ന് കട്ട് ചെയ്യുക. എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ മേൽഭാഗത്ത് കാണുന്ന ചെറിയ വേരുകളൊക്കെ ഇപ്പോൾ പോയിട്ട് നമ്മൾ നല്ല വൃത്തിയിൽ കഴുകി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ എടുക്കാം. ആ കുക്കറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ക്യാരറ്റ് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ജ്യൂസ് അടിക്കാൻ വേണ്ടി മറ്റൊരു ജാർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. അപ്പോൾ നല്ല തണുത്ത പാലിനെ ഇട്ടെടുക്കാം. ഐസായതാണെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഐസ് ഇതിലായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ആ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലാണ്ട് അതിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ നല്ല ടേസ്റ്റും വളരെ നല്ല പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ഈ ചൂട് കാലത്തും അതുപോലെ തന്നെ ഈ നോമ്പിനൊക്കെ നോമ്പെടുക്കുന്ന സമയത്തൊക്കെ ഇതോരോ ഗ്ലാസ് കുടിക്കാണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.